14 റൺസിൽ 4 വിക്കറ്റ് പഞ്ചാബിന്റെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ കളി വിട്ടുകൊടുക്കാൻ ശശാങ്ക് സിംഗ് ഒരുക്കമല്ലായിരുന്നു. താരം ഇന്ന് പോരാടി, പക്ഷേ പഞ്ചാബിന് കളി ജയിക്കാൻ സാധിച്ചില്ല. ഇന്ന് മുംബൈ മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. ബൗളിംഗിൽ മുംബൈ ഫോമായപ്പോൾ പഞ്ചാബ് നാണം കെട്ടു. ഇന്ന് കളി ജയിച്ച ശേഷം മുംബൈ ക്യാപ്റ്റൻ പാണ്ഡ്യ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. പഞ്ചാബിനെതിരെ ഇത്രയും പെട്ടെന്ന് മുംബൈ ജയിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. വളരെ ഈസി ആയിട്ടാണ് കളി ജയിച്ചത്. പഞ്ചാബിന്റെ വിക്കറ്റുകൾ തുരുതുര പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്ന് കളി ജയിച്ച് പാണ്ഡ്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. കഴിഞ്ഞ മാച്ച് തോറ്റപ്പോൾ ഞങ്ങൾ കുറച്ച് പേടിച്ചിരുന്നു, എന്നാൽ ഇപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. രോഹിത് ശർമ്മ മികച്ച ഒരു പിന്തുണയാണ് ഞങ്ങൾക്ക് ഇന്ന് തന്നത്. രോഹിത് ശർമ്മ തന്നെയാണെന്ന് ബൗളേഴ്സിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. അതിന്റെ റിസൾട്ടാണ് ഞങ്ങൾക്കിന്ന് കിട്ടിയത്. ഇങ്ങനെ ബൗളേഴ്സ് പന്തെറിയുമെന്ന് ഞങ്ങൾ കരുതിയില്ല. അത്രയ്ക്കും വേഗത്തിലാണ് പഞ്ചാബിന്റെ വിക്കറ്റ് ഇന്ന് പോയത്. ഇതിനെല്ലാം പിന്നിൽ രോഹിത് ശർമ്മയുടെ തന്ത്രങ്ങളായിരുന്നു. ഞാനാണ് ക്യാപ്റ്റനെങ്കിലും രോഹിത് ശർമ്മയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അവൻ കാര്യങ്ങൾ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. മാനേജ്മെന്റ് അവനോടും തീരുമാനങ്ങൾ എടുക്കാൻ ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അവനത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ട്രാക്കിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് പ്ലേ ഓഫിലെത്തണം. അതുകൊണ്ട് വരുന്ന മാച്ചിലും ഇതേ കളി ആവർത്തിക്കുമെന്ന് പാണ്ഡ്യ വ്യക്തമാക്കി. മുംബൈ ആരാധകർ സന്തോഷത്തിലാണ്. അടുത്തൊരു മാച്ചും കൂടി മുംബൈ ജയിച്ചിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മുംബൈ ടീമിനെ പ്ലേ ഓഫിലെത്താം. തോറ്റത് കൊണ്ട് തന്നെ പഞ്ചാബ് ഇപ്പോൾ പുറത്താകലിന്റെ വക്കിലാണ്. ഇങ്ങനെ നാണം കെടുമെന്ന് ആരും തന്നെ കരുതിയില്ല. മുംബൈ ടീം ഇപ്പോൾ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും മികച്ച ഫോമിലാണ്. ബാറ്റിങ്ങിൽ സൂര്യ അടിച്ചു കളിക്കുന്നുണ്ട്. അതുപോലെ രോഹിത് ശർമ്മയും ഫോമാണ്. ബൗളിങ്ങിലാകട്ടെ എല്ലാ താരങ്ങളും ഒരുമിച്ച് പോരാടുന്നു. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഇന്ന് കളി ജയിച്ചു. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.